ഇവിടയിൽ വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു ക്വിക്ക് അപ്ഡേറ്റ് ആണ്. പ്രധാനമായിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു പൊട്ടിത്തെറി അപകടമാണോ ആക്രമണമാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ 8 സ്ഥലങ്ങളിൽ ഹിസ്ബുള്ള ആക്രമണം നടത്തിയതായിട്ട് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർ പല കാര്യങ്ങളും ക്ലെയിം ചെയ്യാറുണ്ട്. പക്ഷേ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളൊക്കെ ഇസ്രായേൽ പലപ്പോഴായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതാണ് പതിവ്. ഇപ്പം ഇത് ഒരു പൊട്ടിത്തെറി ഉണ്ടായത് ഇസ്രായേലിൻ്റെ ഉള്ളിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു സ്ഥലത്താണ്. ബെയ്ത്ത് സ്മാഷ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പം നിലവിൽ ഇന്ത്യക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഇമ്പോർട്ട് തീരുവ, ഇമ്പോർട്ട് ഡ്യൂട്ടി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 6% നിന്നും 15% ഉയർത്തിയിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ് ഈ വിഷയത്തിൽ കർശനമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നിർദ്ദേശമനുസരിച്ച് സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ രാജ്യത്തെ ജനങ്ങൾ തീരുമാനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് നിർബന്ധിതമായിട്ട് അതിലേക്കുള്ള തീരുവ ഉയർത്തിക്കൊണ്ട് ഇറക്കുമതി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അതായത് ഫോറിൻ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് തന്നെയാണ് കരുതിക്കൂട്ടി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ്. ചൈനയും റഷ്യയും ട്രംപിൻ്റെ ചൈന സന്ദർശനം കഴിഞ്ഞ പാട് തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ചു വരുത്തി ഷീ ജിൻപിങ് ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് റഷ്യയും ചൈനയും തമ്മിൽ കൈകോർത്തതിൻ്റെ 25ാമത്തെ വർഷം സെലിബ്രേറ്റ് ചെയ്യുകയാണ് അവർ. ആ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായിട്ട് വെറുതെ ജസ്റ്റ് പുടിനെ വിളിച്ചു വരുത്തുകയാണ്. ചൈനയിൽ വന്നിട്ട് രണ്ടുപേരും കൂടി ഒന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ട്രംപ് വന്നിട്ട് പോയതിൻ്റെ തൊട്ടടുത്ത ആഴ്ച തന്നെയാണ് വിളിച്ചിരിക്കുന്നത്. അതായത് മെയ് മാസം 19-20 തീയതികളിൽ പുടിൻ ചൈനയിലെത്തും. ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ 2 പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ഇറ്റ് വാസ് ദ കാം ബിഫോർ ദ സ്റ്റോം എന്നാണ് ഒരു പോസ്റ്റ്. മറ്റൊരു പോസ്റ്റ് സ്പേസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് രണ്ടും തന്നെ നിലവിലെ ഇറാനുമായിട്ടുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ 2 പോസ്റ്റും പങ്കുവച്ചിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെയൊന്നുമല്ല, അമേരിക്കയുടെ ചൈന വിസിറ്റിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏതാണ്ട് അറ്റാക്കിൻ്റെ ആ ഒരു എഡ്ജിൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആക്രമണം നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപിൻ്റെ സൂചനകളും ട്രംപിൻ്റെ പോസ്റ്റും എല്ലാം തന്നെ അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. അതുപോലെ ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ഒരു അസാസിനേഷൻ നടത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ചും ഈസ അൽ ദിൻ ഹദാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി, വളരെ സീനിയർ മോസ്റ്റാണ്. മുൻനിര നേതാക്കളുടെ നിരയിൽപ്പെടുത്താൻ പറ്റുന്ന ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു ലീഡറെയാണ് വധിച്ചിരിക്കുന്നത്. ശരിക്കും ടാർഗറ്റ് ചെയ്ത് പ്രിസൈസ് ആയിട്ട് അറ്റാക്ക് നടത്തി കൃത്യമായിട്ട് അയാൾ താമസിച്ചിരുന്ന ആ ഫ്ലോറിൽ തന്നെ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫൂട്ടേജസ് ഒക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ഞാനതിവിടെ എടുത്ത് കാണിക്കാം. ഈ അറ്റാക്ക് ഈ ഈസ അൽ ദിൻ ഹദാദ് എന്ന് പറഞ്ഞ ഈ ലീഡറിനെ വധിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗാസയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള രോഷപ്രകടനങ്ങൾ ഹമാസ് കാഴ്ചവെക്കുന്നുണ്ട്, പ്രത്യേകിച്ചും ഇസ്രായേലിനെതിരെ. ഈ ഈസ അൽ ദിൻ ഹദാദിൻ്റെ ബറിയൽ സെർമനിക്ക് ആ ഗാസയിലുള്ള മൊത്ത ജനങ്ങളും പങ്കെടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ലീഡറിനെ അവർ കൺസിഡർ ചെയ്യുന്നത് അബൂ ഉബൈദ, യഹിയ സിൻവർ, ഇസ്മായിൽ ഹാനിയ, ആ റേഞ്ചിലുള്ള ലീഡേഴ്സിൻ്റെ കാറ്റഗറിയിലാണ് ഇയാളെയും പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് ഒരുപാട് അനുയായികളുണ്ട്, ഇയാളുടെ വോയിസിന് വലിയ പവറുണ്ട്. ഇപ്പോൾ ഒരുപാട് ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി നീണ്ടകാലം ഗാസയ്ക്കുള്ളിലുള്ള ടീമിനെ നയിക്കുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. അത് കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടാണ് ഇയാൾക്കെതിരെയുള്ള ഓപ്പറേഷൻ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഈ ബെയ്ത്ത് സ്മാഷ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ നടന്ന പൊട്ടിത്തെറി, ഇത് ഒരു കൺട്രോൾഡ് ഏരിയയാണ്. ഇവിടെ ആർക്കും അങ്ങനെ പ്രവേശനമില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ഒരു മഷ്റൂം ലൈക്ക് ബ്ലാസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ശരിക്കും ഇവിടെ ആരോ 2, ആരോ 3 മിസൈൽ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ പ്രൊപ്പൽഷൻ യൂണിറ്റ് നിർമ്മിക്കുന്ന ആ യൂണിറ്റിലാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊപ്പൽഷൻ യൂണിറ്റിൽ ഇന്ധനം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടെയാണ് ഇന്ധനം ഫില്ലിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പൊട്ടിത്തെറി ഉണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മഷ്റൂം ലൈക്ക് ബ്ലാസ്റ്റ് സംഭവിച്ചത് എന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. വാർത്താ മാധ്യമങ്ങൾക്കൊക്കെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഹിസ്ബുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്ലെയിം ഉയർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഏത് തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി സംഭവിച്ചാലും അതിൻ്റെ ക്ലെയിം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഹിസ്ബുള്ള റെഡിയായിരിക്കുകയാണ്. ഹിസ്ബുള്ള 8 സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് റോക്കറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു, ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തയാണ് വരുന്നത്. പക്ഷേ ഈ പൊട്ടിത്തെറിക്കുള്ള എക്സ്പ്ലനേഷൻ വരാത്തത് കൊണ്ട് തന്നെ ഈ ക്ലെയിമിനെ കുറിച്ച് ഒരു തരത്തിലും ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് പ്രതികരണങ്ങൾ വന്നിട്ടില്ല. ഏത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചത് എന്ന ക്ലെയിമിനെ കുറിച്ച് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് പ്രതികരണങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ അതേസമയം ഇവർ ആഘോഷിക്കുന്നുണ്ട്, ഹിസ്ബുള്ള ആഘോഷിക്കുന്നുണ്ട്, ഞങ്ങളുടെ ആക്രമണമാണ് എന്നുള്ള രീതിയിൽ ക്ലെയിം ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ സൈഡിലേക്ക് ഒരു റിവാർഡ് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അവർ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്.
പക്ഷേ ഇസ്രായേൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻ കൊടുക്കും. കാരണം ഇപ്പോൾ ഇതിനകത്ത് കാഷ്വാലിറ്റി ഉണ്ടോ, എത്ര പേര് ഈ ഫാക്ടറിയിൽ ആ സമയത്ത് ജോലിയിലുണ്ടായിരുന്നു, എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു, ഇതെല്ലാം എക്സ്പ്ലനേഷൻസ് പൂർണ്ണ രൂപത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. ഇതുവരെ ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് ഒഫീഷ്യലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് മീഡിയ ആൾസോ കൺഫ്യൂസ്ഡ് ആണ്. അവരെന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ശരിക്കും. അപ്പോൾ എന്തായാലും ഇസ്രായേൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ എന്തായാലും കൊടുക്കും. ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഇങ്ങനെ ഒരു പൊട്ടിത്തെറി ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഞാനിവിടെ വെക്കുന്ന ഒരു വീഡിയോ കണ്ടോളൂ. ഇത് ശരിക്കും ട്രംപിൻ്റെ ചൈന സന്ദർശനമൊക്കെ കഴിഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ കണ്ടിന്യൂസ് ആയിട്ട് ബിസിയാണ്. അതായത് എയർക്രാഫ്റ്റുകൾ വരുന്നു, അതായത് കാർഗോ എയർക്രാഫ്റ്റുകൾ വരുന്നു, ആയുധങ്ങൾ ഇറക്കുന്നു, മടങ്ങിപ്പോകുന്നു. വളരെ ബിസിയാണ് മിഡിൽ ഈസ്റ്റ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇസ്രായേൽ മിഡിൽ ഈസ്റ്റ് മേഖലയൊക്കെ നല്ല ബിസിയാണ്. യൂറോപ്പ് മേഖലയും ബിസിയാണ്. തികച്ചും നല്ല രീതിയിൽ ആയുധങ്ങൾ അൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക്. ഇനിയിപ്പോൾ ഞാനിവിടെ വെക്കുന്ന ഒരു മാപ്പ് നിങ്ങൾ കണ്ടോളൂ. കൃത്യമായിട്ട് അമേരിക്ക UAEക്ക് ഒരു പ്രോമിസ് കൊടുക്കുകയാണ്. ആ പ്രോമിസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ മാപ്പിൽ കാണിക്കുന്ന ഇത്രയും സ്ഥലങ്ങൾ, അതായത് ലവാൻ ഐലൻഡ്, അതുപോലെ ഗ്രേറ്റർ തെനപ്പ്, ലെസർ തെനപ്പ്, അതുപോലെ തന്നെ ഫെറോർ, അതുപോലെ തന്നെ അബു മൂസ, ഇത്രയും ഐലൻഡുകൾ യുദ്ധം വിജയിച്ചതിന് ശേഷം അമേരിക്ക സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ നിന്നും പിടിച്ചെടുത്ത് UAEക്ക് നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാഗ്ദാനമാണ് കേട്ടോ. അതായത് UAEയെ പതിയെ അമേരിക്കയുടെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അമേരിക്കയ്ക്ക് UAEയുടെ സപ്പോർട്ടും ഇവിടെ ആവശ്യമുണ്ട്. അപ്പം അത്തരത്തിൽ UAEയെ പതിയെ അമേരിക്കയുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതായത് എഫക്റ്റീവായിട്ട് ഇത്തവണ ഇറാനും UAEക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം UAEയും ഇത്തവണ പറഞ്ഞിരിക്കുന്നത് ശരിക്കും ആവശ്യമില്ലാതെ UAEക്ക് മേലിൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഞങ്ങളും പഴയതുപോലെ നോക്കിയിരിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് UAEക്കുമുള്ളത്. UAEയും സൗത്ത് കൊറിയയും ചേർന്നിട്ട് ബറാക്ക ന്യൂക്ലിയർ പവർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് UAEയിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് ഓൾറെഡി ഫങ്ഷണലാണ്. ആ ന്യൂക്ലിയർ പവർ പ്ലാന്റിനെ തൊട്ടടുത്തായിട്ട് ഇറാൻ ഒരു പ്രകോപനവുമില്ലാതെ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അത് തൊട്ടടുത്ത് പതിച്ചതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അറ്റാക്കായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത്. കാരണം ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ അടുത്താണ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ UAE ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട്. IAEA അറിയിച്ചിട്ടുണ്ട്, അത് UN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അമേരിക്കയ്ക്കും ഇൻഫോം ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഇറാനെതിരെ. അതേസമയം UAE ഇത്തവണ എയർ ഡിഫൻസ് സിസ്റ്റം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അതിലുപരിയായിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി അഡോപ്റ്റേഷനും കൂടി ചെയ്തിട്ടുണ്ട്. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി ലോ കോസ്റ്റ് ആന്റി ഡ്രോൺ സിസ്റ്റം, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉക്രൈനിലെ സെലൻസ്കി അതേപോലെ UKയും ഇത്തവണ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ലോ കോസ്റ്റ് ആന്റി ഡ്രോൺ സിസ്റ്റം, അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ്. അപ്പോൾ ഈ ലോ കോസ്റ്റ് ആന്റി ഡ്രോൺ സിസ്റ്റം തകൃതിയായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് ഉറപ്പ് വരുത്തിയിട്ട് യുദ്ധം തുടങ്ങും, അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ഡ്രോണുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മില്യൺ കണക്കിൽ ഡോളർ ചിലവാക്കിക്കൊണ്ടുള്ള മിസൈലുകൾ വെച്ചിട്ടുള്ള ആ ഒരു പ്രതിരോധം, അത് വൻ നഷ്ടമാണ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ചുകൂടെ പ്രീ പ്ലാൻ ആയിട്ടാണ് ഇത്തവണ കാര്യങ്ങൾ നടത്താൻ പോകുന്നത്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടെ കരുതിക്കൂട്ടി തന്നെയാണ് ഇറാനെതിരെ നടപടിയെടുക്കാൻ പോകുന്നത്. ട്രംപ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇറാനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതായത് ഭീഷണി മുഴക്കിയിട്ട് മാത്രം കാര്യമില്ല. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ കല്ലി വലി എന്നുള്ള നിലയിലാണ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകളെയൊക്കെ അവർ ഒരു കോമാളിയുടെ കോമഡി ആയിട്ടാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കോമാളിയുടെ വെറും സ്റ്റേറ്റ്മെൻറ്റുകളല്ല, ശക്തമായ ആക്രമണം നടത്തും എന്നുള്ളത് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അറ്റാക്ക്. അതാണ് ഇതിനകത്ത് ഒരു മാർഗം. ഇതിനകത്ത് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. യുദ്ധം നിർത്തിയിട്ട് എത്രയോ ദിവസങ്ങളായി, 40 ദിവസം യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് പോലും സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ കപ്പലുകൾ കടന്നു പൊയ്ക്കൊണ്ടാണ് ഇരുന്നത്. എന്നാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചത്, അത് കഴിഞ്ഞിട്ടാണ് കപ്പലുകൾ മൊത്തത്തിൽ തടസ്സപ്പെട്ടത്. ഇറാൻ്റെ കപ്പലുകളെ ഞങ്ങൾ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ബ്ലോക്കേഡ് സൃഷ്ടിച്ചതിനെ തുടർന്നാണ് മൊത്തത്തിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് സ്തംഭിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ അടിക്കൂ, രണ്ടുപേരും യുദ്ധം നടത്തൂ, ആരെങ്കിലും ഒരാൾ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഏറ്റെടുക്കൂ, എന്നിട്ട് മറ്റുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള മാർഗം ഒരുക്കൂ. കാരണം ഇനി ഒരു മാസം കൂടി ഇതേപോലെ ബ്ലോക്കേഡ് തുടർന്നാൽ മറ്റുള്ള ഒരുപാട് രാജ്യങ്ങളെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏതായാലും യുദ്ധം തുടങ്ങിയ സ്ഥിതിക്ക് രണ്ടുപേരും അടിച്ചൊരു തീരുമാനത്തിലെത്തുക. അതാണ് നമുക്ക് പറയാനുള്ളത് ഇതിനകത്ത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ടോൾ മസ്റ്റായിട്ട് പേ ചെയ്യണം, സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്നും ടോൾ പിരിക്കണം എന്നുള്ളതാണ് ഇറാൻ്റെ ശക്തമായ തീരുമാനം. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ബിറ്റ് കോയിനിലൂടെ വേണമെങ്കിലും പേ ചെയ്യാം, ക്രിപ്റ്റോ കറൻസി വഴി പേയ്മെൻറ്റ് റിസീവ് ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ നിലപാട്. ഇറാൻ തിങ്കളാഴ്ച മുതൽ അവരുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് തുറന്നപ്പോഴൊക്കെ വൻ വീഴ്ചയായിരുന്നു. നാളെ ശരിക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ അവർ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, ഉക്രൈൻ റഷ്യയ്ക്കുള്ളിൽ
7 ഗ്യാസ് ഹബ്ബുകളാണ് അറ്റാക്ക് ചെയ്തത് ഇന്നലെയും ഇന്നുമായിട്ട്. അതിൻ്റെ ഫൂട്ടേജസ് ഒക്കെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പുതിയതായിട്ടാണെന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് മോസ്കോയുടെ സൈഡിൽ ഒരു ഓയിൽ റിഫൈനറി ആക്രമിച്ചിട്ടുണ്ട് ഉക്രൈൻ. മോസ്കോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഏതാണ്ട് 1500 കിലോമീറ്റർ ഉക്രൈൻ്റെ ബോർഡറിൽ നിന്നും നീങ്ങി കിടക്കുന്ന സ്ഥലമാണ് മോസ്കോ, തലസ്ഥാന നഗരം. അവിടേക്ക് വരെ ഉക്രൈൻ അറ്റാക്ക് നടത്തുന്നുണ്ട്. ഇവിടെ ഉക്രൈൻ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അബദ്ധം വേറെ ഒന്നുമില്ല. ഫ്രണ്ട് ലൈനിൽ റഷ്യക്കെതിരെ ഡോൺബോസ് റീജിയൻ ആയിക്കോട്ടെ, അതേപോലെ കാർക്കീവ് റീജിയനിലൊക്കെ ഫ്രണ്ട് ലൈനിൽ ഇവർ വളരെ അഗ്രസീവായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു ഉക്രൈൻ്റെ ഫോഴ്സ്. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഉക്രൈൻ്റെ ഫോഴ്സ് ട്രാപ്പിലായി. ഞാൻ ആ മാപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഇപ്പോൾ ഇതിനകത്ത് ബ്ലൂ കളറെല്ലാം തന്നെ ഉക്രൈൻ്റെ ഫ്രണ്ട് ലൈൻ ഫോഴ്സ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം യെല്ലോ കളറെല്ലാം തന്നെ റഷ്യയുടെ ഫ്രണ്ട് ലൈൻ ഫോഴ്സ് ഉക്രൈൻ സ്ഥലങ്ങൾ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യെല്ലോ കളറാണ് ഏറ്റവും കൂടുതൽ. യെല്ലോയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ബ്ലൂ താരതമ്യേന ഇച്ചിരി കുറവാണ്. പക്ഷേ അതായത് ഈ ഫ്രണ്ട് ലൈൻ ഓപ്പറേഷൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു മാപ്പ് ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ നോക്കുകയുള്ളൂ. അതിനകത്ത് ഇപ്പോൾ ലെയ്മാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ ലെയ്മാൻ എന്ന് പറയുന്ന സ്ഥലം, ഞാൻ ഈ ആരോ മാർക്ക് കാണിക്കുന്ന ലെയ്മാൻ എന്ന് പറയുന്ന സ്ഥലം, അതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലൂ കളർ ഏരിയ കണ്ടോ? ഇത് ലോക്ക്ഡ് ആണ്. ഇത് ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഈ പിങ്ക് കളർ എന്ന് പറയുന്നത് റഷ്യയുടെ ഫ്രണ്ട് ലൈനിൽ വളരെ എളുപ്പത്തിൽ എത്തിപ്പെടാൻ പറ്റുന്ന പോസിബിലിറ്റി ഉള്ള ഏരിയ ആണ്. അതായത് ഈ പിങ്ക് കളർ എന്ന് പറയുന്നത് അത് ഫ്രണ്ട് ലൈൻ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അവിടേക്കാണ് റെഡ് കളർ ഡോട്ട് മാർക്ക് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവിടെ ഫ്രണ്ട് ലൈൻ റഷ്യൻ ഫോഴ്സ് ഉണ്ട്. ഈ റഷ്യൻ ഫോഴ്സ് ഓൾമോസ്റ്റ് സറൗണ്ടഡ്, ഡെഡ് ലോക്കാണ് ഈ ബ്ലൂ കളർ. ഇതിനകത്തുള്ള ഉക്രൈനിയൻ സോൾജേഴ്സിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗമില്ല. റഷ്യ ഇവരെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് മാത്രമല്ല, അതിൻ്റെ തൊട്ട് പുറകിൽ ഒരു റിവർ ഉണ്ട്, സിവറസ്കി റിവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിവർ ഉണ്ട്. ആ റിവർ വരെ റഷ്യക്ക് ഡോമിനേഷൻ ഉണ്ടെന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ റിവർ ഒരു പക്ഷേ ഇന്നോ നാളെയോ മറ്റും വിത്തിൻ 12 hours ഈ റിവർ മൊത്തത്തിൽ റഷ്യ ബ്ലോക്ക് ചെയ്യും, റഷ്യൻ ടീം ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഉക്രൈനിയൻ സോൾജേഴ്സ് ട്രാപ്പിലാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ വേൾഡ് വാർ 2 ഇതേ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ഹിറ്റ്ലറിൻ്റെ ടീമിനൊക്കെ ഈ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് റഷ്യയുടെ സൈഡിൽ സിൽവസ്റ്റർ സ്റ്റാലിൻ ഉണ്ടായിരുന്നു. സ്റ്റാലിൻ്റെ ഫോഴ്സ് ഇതേപോലെ മഞ്ഞുകാലത്ത് ഇങ്ങോട്ട് കയറിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ കുറച്ച് റിലാക്സ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ഹിറ്റ്ലറിൻ്റെ ഫോഴ്സ് അങ്ങോട്ട് കയറി ചെന്ന് അവസാനം ഇവരെ ഇതേപോലെ ട്രാപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ റഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ക്ലൈമറ്റ് വളരെയധികം വാച്ച് ചെയ്ത് മുന്നോട്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ പെടും. റഷ്യക്ക് തന്നെ ഈ ഉക്രൈൻ യുദ്ധം തുടങ്ങിയപ്പോഴത്തേക്കും ചെറിയൊരു ട്രാപ്പ് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ക്ലൈമറ്റ് ഇങ്ങനെ മാറിയിരിക്കുന്ന സമയത്ത് ഇവർ മെയിൻ റോഡ് വിട്ടിട്ട് ബാക്കിയുള്ള ഹിഡൻ ഏരിയയിലൂടെ, ഫോറസ്റ്റ് ഏരിയയിലൂടെ ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഉക്രൈൻ്റെ സ്ഥലം പിടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും അവിടെ എല്ലാം തന്നെ നനഞ്ഞ് ചെളിയായിട്ട് കിടന്ന സ്ഥലങ്ങളായിരുന്നു. അവിടെയൊക്കെ തന്നെ ഈ ടാങ്കുകൾ മൂവ് ചെയ്യാൻ പറ്റാതെ പല ടാങ്കുകൾ, ഏതാണ്ട് 700-800ഓളം ടാങ്കുകൾ അവിടെ സ്ട്രക്കായി. റഷ്യയുടെ ആദ്യത്തെ ഫ്രണ്ട് ലൈൻ മൂവ്മെൻറ്റിന് പറ്റിയ അബദ്ധമാണ്. ഈ സെയിം യുദ്ധം തുടങ്ങുന്ന ആ ഒരു ഫസ്റ്റ് ഫ്രണ്ട് ലൈൻ വാറിന് പറ്റിയ അബദ്ധമാണിത്. അപ്പോൾ ഇതേപോലത്തെ അബദ്ധങ്ങൾ അവിടെ ഉണ്ട്. ഇതൊക്കെ ഡെഡ് ലോക്ക് ട്രാപ്പാണ്. ആ ട്രാപ്പിൻ്റെ ഉള്ളിൽ ഇപ്പം ഉക്രൈനും ചെന്ന് വിട്ടിരിക്കുകയാണ്. ഫ്രാൻസ് ആണെന്നുണ്ടെങ്കിൽ ഉക്രൈനുമായിട്ട് ചേർന്നിട്ട് ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഉക്രൈനുമായിട്ട് ജോയിൻറ്റ് പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. UK ഇടയ്ക്ക് ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്ത് കീർ സ്റ്റാർമറിന്, ലേബർ പാർട്ടി നയിക്കുന്ന കീർ സ്റ്റാർമറിന് മെജോറിറ്റി കുറവാണ്. ഈ മെജോറിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെ കീർ സ്റ്റാർമറിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചുകൊണ്ട് കീർ സ്റ്റാർമർ 30 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഫ്രീ സ്പീച്ചിനെതിരാണ് കീർ സ്റ്റാർമറിൻ്റെ ഈ അറസ്റ്റ് എന്നാണ് UK പ്രധാന ചർച്ചാ വിഷയം. അതായത് ഈ 30 പേരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു? ഗവൺമെൻറ്റിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അങ്ങനെ പ്രതിഷേധം ഉയർത്തുന്നവരെ ജയിലിൽ പിടിച്ചിടുക എന്ന് പറഞ്ഞാൽ ഇത് രാജഭരണമല്ല, ഇത് ഡെമോക്രാറ്റിക് ഭരണകൂടമാണ്. സോ അവരെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ്. അതായത് മെജോറിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രതിഷേധങ്ങളൊക്കെ വരും. അതൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം, അതാണ് വേണ്ടത്. എനിവേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വിക്ക് ഡെവലപ്മെൻ്റ് ആണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.